ഹായ് ഫ്രണ്ട്സ്, ടിക്ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ 42 ഇഞ്ച് നെഞ്ചളവുള്ള ഒരു ചുരിദാറിൽ നിന്ന് അളവെടുത്ത മെഷർമെൻറ്റുകളാണ് എഴുതിയിരിക്കുന്നത്. മുഴുവൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ചെസ്റ്റ് അളവെന്ന് പറയുന്നത് 42 ഇഞ്ചാണ്. 42 ഇഞ്ച്. അതിൻ്റെ അപ്പുറത്ത് അധികം പ്ലസ് ഇട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടാനുള്ളതാണ്. അങ്ങനെ പ്ലസ് ഇട്ടില്ലാത്തടത്ത് കറക്റ്റ് അളവ് തന്നെയാണ്. ആ മെഷർമെൻറ്റ് മാത്രം എടുത്താൽ മതി. അപ്പം നമുക്ക് അളവെടുക്കാനായിട്ട് തുടങ്ങാം. ഇതാണ് ചുരിദാർ. ഓക്കെ, ചുരിദാറിൻ്റെ ഫുൾ ലെന്ത് നമ്മൾ ആദ്യം എടുക്കണം. മൊത്തം നീളം അതിൻ്റെ ഷോൾഡർ മുതൽ താഴെ വരെ എത്ര നീളമുണ്ടോ അത്രയും നീളം പിടിക്കണം. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് നമുക്ക് എത്ര ആവശ്യമുണ്ടോ, താഴെ നമ്മൾ അര ഇഞ്ചാണ് തയ്ക്കുന്നതെങ്കിൽ അര ഇഞ്ച് കൂട്, മുകളിൽ ഷോൾഡറിന് അര ഇഞ്ചാണെങ്കിൽ അര ഇഞ്ച് എണ്ണം, 1 ഇഞ്ചാണ് കൂടുതലെങ്കിൽ 1 ഇഞ്ച് എണ്ണം. നമ്മൾ എത്ര തയ്യൽ തുമ്പ് നമുക്ക് സാധാരണ ഇടുന്നുവോ അത്രയും ഇടണം. അതും കൂടെ കൂട്ടണം. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള അളവെന്ന് പറയുന്നത് 45 ഇഞ്ചാണ്. നമ്മൾ താഴെ ഭാഗം വരെ കറക്റ്റായിട്ട് പിടിക്കണം. ഒന്നുകൂടെ ഒന്ന് അളന്ന് നോക്കണം, നമ്മൾ അളന്നത് ശരിയാണോ എന്ന്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നോട് ഉള്ള ഒരു ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യുന്നിട്ട് ഓൾ എന്നുള്ള ഓൾ എന്നുള്ള ഓപ്ഷനോടൊന്ന് പ്രസ് ചെയ്യണേ. എന്നെങ്കിൽ മാത്രമേ ഞാനിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളേ. ഞാൻ ഇതിനകത്ത് എഴുതുന്നത് കാണത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലെ അത് മൊത്തത്തിലൊന്ന് വീഡിയോക്കകത്ത് പിടിച്ച് കാണിച്ചത്. അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താലും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. എപ്പോഴെപ്പോഴും വീഡിയോ ഓൺ ചെയ്ത് കണ്ടാലും മതി. അതിന് ശേഷം നമ്മൾ തുണിയൊക്കെ ഒന്ന് തേച്ചതായിരിക്കണം, നല്ല ചുളിവൊന്നുമില്ലാത്ത രീതിയിൽ. എൻ്റെ ബാക്ക് ഭാഗമാണ് പുറവശമാണ് ആദ്യം എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇതിന് ടക്കൊന്നും ഇട്ടിട്ടില്ല, ടക്കിടാത്തൊരു ചുരിദാറാണ്, സ്ലിറ്റുള്ള ചുരിദാറാണ്. അതിന് നെഞ്ചളവ് നമ്മൾക്ക് ഇങ്ങനെ കൈക്കുഴിയുടെ ഇടം തുടങ്ങി അങ്ങേയറ്റത്തെ കൈക്കുഴിയുടെ ഇടം വരെ എത്ര വരുന്നോ അതാണ് നെഞ്ചളവ് എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണ്. മൊത്തത്തിൽ നമ്മൾ നെഞ്ചളവ് എടുക്കുമ്പം 42 ഇഞ്ച് കിട്ടും. അതേസമയം ഇപ്പോൾ എടുത്തിരിക്കുന്ന പ്രകാരം 21.5 കിട്ടുന്നത്. 21 ഇഞ്ചാണ് കിട്ടേണ്ടത്. അതിനുശേഷം നമ്മൾ കഴുത്തകലം എടുക്കുകയാണ്. കഴുത്തിൻ്റെ അവിടെ കഴുത്ത് ചുളുക്കൊക്കെ ഒന്ന് മാറ്റി നിവർത്തിയിട്ടൊന്ന് വലിച്ചോ അകത്തിയൊന്നും വെക്കരുത്. അതെങ്ങനെ ഇരിക്കുന്നോ ആ പൊസിഷനിൽ തന്നെ എടുക്കുക കേട്ടോ. അന്നേരം കിട്ടുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 8 ഇഞ്ചാണ് കിട്ടുന്നത്. 8 ഇഞ്ച് കഴുത്തകലം എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അതിന് നമ്മൾ വെട്ടുന്ന സമയത്ത് അതിൻ്റെ പകുതിയാക്കി 4 ഇഞ്ച് എടുത്താണ് വെട്ടുന്നത്. കാരണം തുണി നമ്മൾ രണ്ടായിട്ട് മടക്കി ഇടുമല്ലോ. ഫ്രണ്ട് ഭാഗം ഒന്ന്, ബാക്ക് ഭാഗം, അങ്ങനെ മൊത്തത്തിൽ 4 പീസുകൾ കാണുമല്ലോ വെട്ടാൻ. പീസല്ല, 4 ഭാഗമായിട്ട് മടക്കിയാണ്. പിന്നെ കഴുത്തിൻ്റെ ഇറക്കം നോക്കുകയാണ്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ച്. ഈ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. ഇത് ഞാൻ എഴുതുന്നത് ക്ലിയറായിട്ട് കാണത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഒരു പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. ഷോൾഡറിൻ്റെ അളവെടുക്കുകയാണ്. ഷോൾഡർ എന്ന് പറയുന്നത് 16 ഇഞ്ചാണ് മൊത്തം കിട്ടുന്നത്. അതിൻ്റെ പകുതിയാണ് നമ്മൾ വെട്ടുന്ന സമയത്ത് എടുക്കുന്നത്. അപ്പോൾ 8 ഇഞ്ചോളം ഷോൾഡർ എടുക്കണം.
ഷോൾഡറിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ഇഞ്ചോളമാണ്. ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് എത്ര അകലം വരുന്നുണ്ടെന്ന് നോക്കി അങ്ങനെ നമുക്ക് ഷോൾഡറിൻ്റെ സ്ലോപ്പ് എടുക്കാം. ഷോൾഡറിൻ്റെ ചരിവ്, തോളിൻ്റെ ചരിവ് എത്രയാണെന്ന് വെച്ചാൽ അത് 1 ഇഞ്ചാണ് വരുന്നത്. പിന്നെ സ്ലിറ്റിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കണം. അത് 21 ഇഞ്ചാണ് സ്ലിറ്റ്. ആ ഷോൾഡറിൻ്റെ ആ കഴുത്തിനോട് ചേർന്നിരിക്കുന്ന ഭാഗം തുടങ്ങി അളക്കണേ. അവിടെ മുതൽ താഴെ വരെ ആ സ്ലിറ്റിൻ്റെ ലെവൽ വരെ വേണം സ്കെയിൽ വെച്ചൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഓൾമോസ്റ്റ് ആൾക്കാർക്ക് 21 ഇഞ്ചാണ്. ചിലർ 20 ഇടും, ചിലർ 22 ഇടും. അങ്ങനെ ഇടുന്ന പൊക്കം കുറഞ്ഞവർക്കൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഇടുപ്പ് വണ്ണമാണ്. ഇടുപ്പ് വണ്ണം അത് 38 ഇഞ്ചാണ്. 38 ഇഞ്ച് വരും. ആ സ്ലിറ്റിൻ്റെ അവിടെ ഉള്ളതായ വണ്ണം എന്ന് പറയുന്നത് 42 42. അത് മൊത്തത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പകുതിയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. എൻ്റെ ഇത് ലൈനിങ് ചുരിദാറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കട്ടിങ് വീഡിയോ ഞാൻ വരെ കാണിക്കുന്നുണ്ട്. അന്നേരം മെഷർമെൻറ്റൊക്കെ എടുത്ത് അടയാളപ്പെടുത്തി. ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ സ്വല്പം വ്യത്യാസമൊക്കെ വരും. കാരണം ഷോൾഡറൊന്നും അത്രയൊന്നും എടുക്കത്തൊന്നുമില്ല. ഇത് ഇവർക്ക് റെഡിമെയ്ഡ് ചുരിദാർ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന കൈയുടെ നീളമാണ്. കൈയുടെ നീളം ടോട്ടൽ ആം ലെന്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. 15 ഇഞ്ചും അതിനോട് തയ്യൽ തുമ്പും താഴെ ഭാഗത്ത് മടക്കിടിക്കുകയോ അല്ലെങ്കിൽ പടി വെച്ച് പഠിക്കുകയോ അതെന്നാലും അവരുടെ ഡിസൈൻ ചെയ്യുന്ന പോലെ അല്ല, വെറുതെ ഇതുപോലെ തന്നെ തയ്ക്കുകയാണെങ്കിൽ 1/2 ഇഞ്ചോളം 1 ഇഞ്ചോളം അധികം ഇടണം. പിന്നെ മേളത്തെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൈ ജോയിൻ ചെയ്യുന്നതിൻ്റെ അവിടെ. അപ്പോൾ 15 ഇഞ്ച് പ്ലസ് എത്രയാണെന്ന് തയ്യൽ തുമ്പ് ഇടുന്നതെന്ന് വെച്ചാൽ അതും. പിന്നെ നമ്മൾ കൈവണ്ണം എടുക്കുന്നതെന്ന് പറയുന്നത് ആ കൈയുടെ സ്റ്റിച്ച് വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നില്ലേ ആ ഭാഗം, ആ ഭാഗത്തു നിന്നുള്ള മേലോട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള എത്രയാണ് വണ്ണമെന്ന് വെച്ചാൽ അതാണ് കൈവണ്ണം എന്ന് പറയുന്നത്. ആക്ച്വലി കൈവണ്ണം അതാണ്. അത് എടുക്കുമ്പോൾ 8 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. 8 ഇഞ്ച്. കൈയൊക്കെ വെട്ടുമ്പോൾ അത് വെച്ചിട്ടാണ് വെട്ടുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചാണ് വെട്ടുന്നത്. കൈയുടെ താഴ്ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് കൈയുടെ താഴ്ഭാഗത്തുള്ള വണ്ണം കൈമുട്ടിന് താഴെ വരും. ഈ കൈയെ 6 ഇഞ്ചാണ്. 6 ഇഞ്ച്. കൈക്കുഴി വെട്ടാനായിട്ട് നമ്മൾ കൈക്കുഴി അളന്നെടുക്കും. കറക്റ്റായിട്ട് കൈ ഒന്ന് പൊസിഷൻ ചെയ്ത് വെച്ചിട്ട് അതിന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് എത്രയുണ്ടോ അതാണ് കൈക്കുഴി എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞ് സ്കെയിൽ വെച്ചൊന്ന് നേരെ വെക്കണം, കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ചളക്കുമ്പോൾ ഇതിന് ഇവിടെ കിട്ടുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. അല്ലാതെ നമുക്ക് കൈക്കുഴി എടുക്കാം. ഈ കൈ തയ്ച്ചിരിക്കുന്നില്ലേ, ആ തയ്ച്ചിരിക്കുന്നതിൻ്റെ അളവ് ആ റൗണ്ടിൽ കൂടി ഇങ്ങനെ ഒന്ന് ടേപ്പ് കൊണ്ടുപോയാൽ നമുക്ക് അങ്ങനെയും കൈക്കുഴി അളന്നെടുക്കാൻ പറ്റും. അങ്ങനെ അളന്ന് നോക്കിയപ്പോൾ കിട്ടിയതാണ് 10 ഇഞ്ച്. ഓക്കെ. താഴത്തെ സ്ലിറ്റിൻ്റെ താഴത്തെ വീതി നമ്മൾ എടുത്തില്ലായിരുന്നു. അതെന്ന് പറയുന്നത് 21.5 ഇഞ്ചാണ്. 21.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പോട് ഇടും. തയ്യൽ തുമ്പെന്ന് പറഞ്ഞാൽ 1 ഇഞ്ചോ 3/4 ഇഞ്ചോ ഇടാം.
നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് തയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ റെഡിമെയ്ഡിനകത്താണെങ്കിൽ 1/4 ഇഞ്ച് മാത്രമാണ് മടക്കി അടിച്ചിരിക്കുന്നത്, 1/4 ഇഞ്ച്. അപ്പം മൊത്തം 1/2 ഇഞ്ച് തയ്യൽ തുമ്പേ താഴ്ഭാഗത്തിട്ടിട്ടുള്ളവർ. നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത് എടുത്തില്ലായിരുന്നു, അതിൻ്റെ ഇറക്കം. ഫ്രണ്ട് നെക്കെന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ഇഞ്ചാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓരോരുത്തർ അവരവരുടെ അളവെടുത്തിട്ട് ചെയ്താൽ മതി. ഞാൻ വെട്ടുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പം നമുക്ക് കൈക്കുഴി എത്ര കുഴിച്ച് വെട്ടണമെന്ന് എളുപ്പത്തിലൊരു മാർഗ്ഗമുണ്ട്. ഇങ്ങനെയുള്ള തുണികൾ കിട്ടുമ്പം നമ്മൾ ടോട്ടൽ ലെന്ത് കൈയുടെ നീളം എത്രയാണെന്ന് വെച്ച് എടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്തുള്ള നീളം എത്ര നോക്കണം. അത് ആ താഴെ കിട്ടുന്നത് കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു അത്രയാണ് നമ്മൾ കൈ വെട്ടുമ്പോൾ കുഴിച്ച് വെട്ടേണ്ടത്. ഇതിനകത്ത് അങ്ങനെ എടുത്തു കഴിയുമ്പോൾ കിട്ടുന്നത് ഒരു 4.5 ഇഞ്ചോളം നമ്മൾ കൈക്ക് കുഴിച്ച് വെട്ടേണ്ടത് വരും. അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക് എളുപ്പത്തിൽ. എൻ്റെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.